ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി തൊട്ട് ഏകദേശം ഒരു 10 മണി വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്തിയേക്കുന്ന സമയം. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും തീരും. അതിപ്പോൾ രാവിലെ 5 മണിയായി, കൂരാക്കൂരി ഇരുട്ടാണ് കേട്ടോ. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, മഴയൊക്കെ അല്ലേ, അന്നേരം ഒരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും എണീറ്റില്ലെങ്കിൽ യാതൊരു വിധ രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 5 മണിക്ക് എണീറ്റില്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടികൾ നടക്കില്ല. പൊന്നൂന് 8:30 പോകണം, ചോറ് കൊണ്ടുപോകണം, കടിയാവണം, എല്ലാവിധ പരിപാടികളും നമ്മൾ ഈ ഒരൊറ്റ അടുപ്പ് വെച്ചിട്ട് നടക്കണം. അന്നേരം പിന്നെ രാവിലെ എണീറ്റിട്ടില്ല, ഈ കാര്യം കട്ടപ്പോകുകയാണ്. അന്നേരം വേഗത ആദ്യം ചായക്ക് വെള്ളം വെച്ചു. ചായയൊക്കെ ആയതിന് ശേഷം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് വെള്ളമൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പേരിക്കൊക്കെ ഉള്ള റെഡിയാക്കി വെച്ചു. അരി ഇടുകയാണ് കേട്ടോ. അരി ഇടലൊക്കെ കഴിഞ്ഞ് പോയി ബാക്കിയുള്ള പരിപാടികൾ, സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ നോക്കിട്ടോ. സാമ്പാറാണ് വെക്കുന്നത്. സാമ്പാർ കഷ്ണമൊക്കെ തലേന്ന് രാത്രിയെ ഞാൻ മുറിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ആ ഒരു കാര്യം എളുപ്പം. എന്ന് വെച്ചാൽ അടുപ്പിലായതുകൊണ്ട് നമുക്ക് തീ കെട്ട് പോകുന്നതിന് മുന്നേ അടുപ്പിച്ച് വെക്കണമല്ലോ. അല്ലെങ്കിൽ തീ കെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കത്തിക്കൽ റിസ്ക് ആണ്. അന്നേരം ആ തീ ഉള്ള കനലിലാകുമ്പോൾ നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വേഗം പരിപാടികളങ്ങ് തീർന്നു കിട്ടും. അന്നേരം റേഷനരി ആയതുകൊണ്ട് തന്നെ വേഗം പൊന്നൂസ് പോകുമ്പോഴത്തേക്ക് എന്തായാലും ചോറാവും കേട്ടോ. അന്നേരം ഞാൻ ക്യാമറയിൽ കളിക്കുന്നത് വെച്ചാൽ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുന്ന കുഞ്ഞാപ്പ് എണീറ്റിട്ടില്ല. ആ ഒരു തക്കത്തിനാണ് ഈ അടുപ്പിൻ്റെ അവിടെ ക്യാമറ കൊണ്ടുവച്ചത്. ചോറൊക്കെ ഊറ്റുമ്പോഴത്തേക്ക് ഏകദേശം കുഞ്ഞാപ്പ് ഏറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എനിക്ക് ഫോൺ വെക്കുന്നത് തീരെ സേഫ്റ്റിയുള്ള കാര്യമല്ല കേട്ടോ. കുഞ്ഞാപ്പും എടുത്തിട്ട് ഒരു തട്ടി എൻ്റെ ഫോണിൻ്റെ അടപ്പ് തെറിക്കും. അതുകൊണ്ട് പുതിയ ഫോണാണ്, അതുകൊണ്ട് തന്നെ താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം കട്ട പുകയാകും. അടവ് തീരുന്നതിലും പിന്നെ ഫോണിൻ്റെ പീസ് പൊട്ടു. അന്നേരം ഞാൻ എന്താക്കി ഒരു വിധത്തിൽ ഒപ്പിച്ചൊക്കെ ഇവിടെ വെച്ച് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ തറയിൽ ഇവിടെ പുറത്തല്ല അടുപ്പ്, അവിടെ ലെവലല്ല തറ. അന്നേരം സ്റ്റാൻഡ് വെച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുക എന്തെങ്കിലും ഭയങ്കര പേടി. ഫോൺ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു കൊള്ളിക്കഷ്ണത്തിൻ്റെ മുകളിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാറ്റം ഒന്ന് ചെരിഞ്ഞ് പോയി എല്ലാം തീരും. അന്നേരം ചോറ് ഊറ്റുകയാണ് കേട്ടോ. ഉള്ള സ്ഥലത്ത് ഒപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഊറ്റുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ തന്നെ, നാട്ടിലേക്കല്ല ഇങ്ങനെയാണ് ചോറ് ഊറ്റുക എന്നറിയില്ല. അവരിങ്ങനെ കൊട്ടയിലേക്കല്ല ഊറ്റി വെക്കുന്ന കണ്ടിന്. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ കഞ്ഞി വാർക്കുന്ന ചെമ്പിലാണ് കേട്ടോ ഇങ്ങനെ ഊറ്റിയെടുക്കുക. അന്നേരം ചോറായിട്ടുണ്ട്. ഇനി വേഗം സാമ്പാറിൻ്റെ പരിപാടികൾ നോക്കണം. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത്. ഇവിടെ പൊടിയിട്ട സാമ്പാർ അപൂർവമാണ്. എപ്പോഴും തേങ്ങ വറുത്തരച്ച്, എങ്ങനെ പോയാലും തേങ്ങ വറുത്തരച്ച സാമ്പാർ തന്നെ നമ്മളെ വീട്ടിൽ എത്ര തിരക്കാണെങ്കിലും എന്താണെങ്കിലും ശരി തേങ്ങ വറുത്തരച്ച സാമ്പാർ തന്നെ വെക്കൽ. അന്നേരം ചോറൊക്കെ ഒരുവിധം ഊറ്റി വെച്ചു. എൻ്റെ വീഡിയോ ഫ്രണ്ട് ക്യാമറ എപ്പോഴും വരുമ്പോൾ എൻ്റെ കൈ മാറിയാണ് കേട്ടോ വരുന്നത്. ഞാനും ആദ്യം വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ വരുന്നത് വിചാരിച്ചു കേട്ടോ. എനിക്ക് തന്നെ ഒരു പിടിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഫ്രണ്ട് ക്യാമറ വെക്കുമ്പോൾ എതിർവശത്താണ്, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കാണിക്കുന്നതെന്ന്. ആദ്യത്തെ ഫോണിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ഫോണിന് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. സാമ്പാർ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അന്നേരം അത് ഞാൻ അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി പോയി തേങ്ങയൊക്കെ ചിരകി അവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഉപ്പേരിക്കുള്ള മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ സാമ്പാർ കഷ്ണം ഒന്ന് തിളച്ചപ്പോൾ ഞാൻ എന്താക്കിയത് ചൂട്ടടുപ്പിലേക്ക് വാങ്ങി വെച്ചിട്ട് വേഗം തേങ്ങ വറുക്കുകയാണ്. എന്ന് വെച്ചാൽ കരണ്ടാച്ച പെട്ടെന്ന് പോയിട്ടുണ്ട്, ഈ തേങ്ങ വറക്കൽ നടക്കില്ല, തേങ്ങ അരക്കൽ നടക്കില്ല. അതുകൊണ്ട് വേഗം തേങ്ങ വറുക്കുകയാണ്. അച്ഛനും മോളും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം കുഞ്ഞാപ്പും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ഞാൻ എന്താക്കി ശ്രദ്ധിച്ചുകൊണ്ടാണ്, അതാണ് ഇടക്കിടക്ക് ഫോണിലേക്ക് നോക്കുന്നത്. അവൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഫോണിലേക്ക് നോക്കുന്നത്. ഇവിടെ വെളിച്ചത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് വെളിച്ചം കാണൽ കുറച്ച് പടം. ചുറ്റും നമ്മൾ മറച്ച് വെച്ചുകൊണ്ട് സൈഡിലാണ് ബൾബ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നേരം ഏകദേശം ഒരു 6:30 6:45 അടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട്, അവരവരെ പണികൾ എണീറ്റ് വരുന്നുള്ളൂ. മുകളിലൊക്കെ സൈഡുകളിലൊക്കെ തുണി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. മഴയായതുകൊണ്ട് ഉണങ്ങാൻ ഇനി ഇവിടെ മാത്രം ഇടാനുള്ള സ്ഥലമുള്ളൂ. അതുകൊണ്ടാണ് അവിടെയൊക്കെ തുണികൾ കിടക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ തുണിയാണ് എന്ന് പറയാം. അപ്പോൾ വെയിലിറക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ഷീറ്റിൻ്റെ ചോട്ട് കിടക്കുന്നതൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഫോൺ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അവിടെ വെക്കുന്ന അത്ര വലിയ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഫോൺ ഞാൻ എടുത്ത് കൈ പിടിച്ചു. ഇനിയുള്ള വീഡിയോയിൽ കുറേ ഭാഗങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് എന്നെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. അതിൽ തേങ്ങ ഏകദേശം വറുത്ത് ഞാൻ പൊടികളും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വാട്ടാനുള്ളതും എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊരു പുളിമുട്ടിയാണ് കേട്ടോ. അതവിടെ ചാട്ടം കൊണ്ടുവച്ചതാണ്. അന്നേരം ഇവർക്ക് ഇറച്ചിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ. അന്നേരം ഞാൻ എന്താക്കി അതെനിക്കൊരു സുഖമുള്ളൊരു കാര്യമായിട്ട് തോന്നി. വെച്ചാൽ എനിക്ക് അതിൻ്റെ മുകളിലെല്ലാം കൊണ്ടൊക്കെ എന്താ വെച്ചാൽ ഞാനൊരു 110 പ്രാവശ്യം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് കേട്ടോ. അന്നേരം അതായത് ചപ്പാത്തി കുഴക്കാനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ. അന്നേരം ഞാനിത് സാമ്പാർ അരച്ചൊക്കെ അരച്ച് വെച്ചിട്ടുള്ളൂ, ഒഴിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ എന്താക്കി ലേശം ചൂടുവെള്ളം വെച്ചതാണ് ചപ്പാത്തി കുഴയ്ക്കുക. അത് അരച്ചൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വാട്ടി അതും ഇട്ടിട്ടുണ്ട്. പൊടിയൊക്കെ ചൂടാക്കി ഇട്ടു. ഇനി ലേശം പുളിവെള്ളവും കൂടെ ഒഴിക്കണം, സാമ്പാർ പൊടിയും കൂടെ ഇടണം. സാമ്പാർ പൊടി പിന്നെ ലാസ്റ്റാണ് ഇടുള്ളൂ, കറി ആകാൻ നേരത്തെ ഇടുള്ളൂ. പുളിവെള്ളം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് പുളിവെള്ളം ഒഴിക്കുകയുള്ളൂ. അത് രണ്ടും കൂടെ ചെയ്ത് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ റെഡി കേട്ടോ.
അത് ചിക്കൻ കറി ഉണ്ട്. അന്നേരം സാമ്പാർ തിളച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയും കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊന്നൂസിന് കൊടുത്തു വിടാനുള്ളത് ഏകദേശം ആവും. അത് ചിക്കൻ കറി ഇന്നലെ വെച്ചത് രാത്രി മാത്രം എല്ലാവരും കുറച്ച് കുറച്ചേ കൂട്ടിയിട്ടുള്ളൂ. ഉച്ചക്കത്തേക്ക് നമുക്ക് താള് കറിയൊക്കെ ഉണ്ടായിരുന്നു മെഞ്ഞാന്നത്തെ. അന്നേരം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അത് നമ്മൾ സാമ്പാർ നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടിയും പുളിയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തായിരുന്നു. കുറേയൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ രാവിലത്തെ തിരക്ക് എല്ലാവർക്കും അറിയാൻ പോരാത്തതിന് ഈ ഒരു അടുപ്പിൽ വെച്ചിട്ടുള്ള പരിപാടിയും കൂടി ആകുമ്പോൾ നടക്കൂല. വീഡിയോസ് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ വീഡിയോ ഇടണമല്ലോ മുടങ്ങരുതല്ലോ എന്ന് കരുതിയിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് ഒരു പെടക്കലിനെടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതൊക്കെ കറി ഇവിടെ നിന്ന് ചൂടാകുന്ന നേരം കൊണ്ട് എനിക്ക് വേഗം പോയിട്ട് ചപ്പാത്തിക്ക് പരത്തണം. ചപ്പാത്തിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേഗം ചപ്പാത്തിക്ക് പരത്തിയെടുക്കണം. എനിക്ക് ആ പാനിലാണെങ്കിൽ ഞാൻ ഈ 2 ചപ്പാത്തി കൂടുന്നത് ഒറ്റ ചപ്പാത്തി ആക്കിയിട്ട് ഒറ്റയടിക്ക് 4-5 ചുട്ടെടുക്കും, സംഭവം കഴിയും. പക്ഷേ ഇതിപ്പോൾ നമ്മളെ സൈഡിൽ വെച്ച ചപ്പാത്തികളിനെ വീണ്ടും കഴുകി തുടച്ചെടുത്തു. കാരണം ഇനി പാൻ അടുപ്പത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ചപ്പാത്തി കല്ലിലാണ് ദോശക്കല്ലിൽ വേഗം ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അന്നേരത്തേക്കും പൊന്നു പോയി കേട്ടോ. പൊന്നൂന് ചോറൊക്കെ ആക്കി കൊടുത്തു, അവൾ പോയി കേട്ടോ. പിന്നെ ചക്കരയാണ് ഇനി പോകാനുള്ളത്. പൊന്നു ഉപ്പേരി കൊണ്ടുപോയിട്ടില്ല. ചിക്കൻ കറി സാമ്പാറും കൂട്ടി അവൾ കൊണ്ടുപോയി. കാരണം ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം പയറും ബീട്രൂട്ടും വഴുതനങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ടൊരു ഉപ്പേരിയാണ്. ഇവിടെ സാമ്പാറിൽ വഴുതനങ്ങ ആരും കൂട്ടൂല. അന്നേരം ഞാൻ എന്തൊക്കെയാണ് അത് ഉപ്പേരിയിലിട്ടു. അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഉപ്പേരി അങ്ങോട്ട് വെച്ചു. ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു, ലേശം പയറേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കൂടി ആകുമ്പോൾ ഞങ്ങൾക്കൊരു ഉപ്പേരിക്ക് തികയുള്ളൂ. അടുപ്പിൻ്റെ അവിടെയുള്ള പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനി ആ ഉപ്പേരിയും കൂടെ ആയിക്കഴിഞ്ഞാൽ കുടിക്കാൻ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ച് വെക്കണം. തലേ ദിവസം തിളപ്പിച്ച് വെച്ച ഫ്ലാസ്കിൽ വെള്ളം ഞാൻ രാത്രി ആക്കി വെക്കും. കാരണം രാവിലെ കുട്ടികൾക്ക് ഉണ്ടാകാൻ വെള്ളം തിളപ്പിക്കാനുള്ള സമയം കിട്ടില്ല. അത് ആക്കി വെക്കുന്നതുകൊണ്ട് രാവിലെ ഫ്ലാസ്കിൽ നിന്ന് അവർക്കങ്ങ് ഊറ്റി കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വെക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കല പരിപാടിയാണ് കേട്ടോ. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിലെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് അങ്ങ് പണി അങ്ങോട്ട് തീർന്നു പോകും. ഒതുക്കി വെക്കലൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കൂല. അതെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ആട്ടപ്പൊടി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. 3-4 പാക്കറ്റ് ആട്ടപ്പൊടിയാണ് നമുക്കൊരു മാസം കിട്ടുക കേട്ടോ. ചപ്പാത്തിപ്പൊടിയൊക്കെ അവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. വൃത്തിയിലുള്ള ചപ്പാത്തി വരത്തില്ലേ. പിന്നെ കുഞ്ഞാപ്പൂ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അവളെ രീതിയിൽ അവളും ഓരോന്ന് ഒപ്പിച്ച് വെക്കും. അവളെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്, അവൾ തൊട്ടിയിലിരുന്ന് ആടുന്നുണ്ട്. ഓരോ വരുത്തിനും എനിക്ക് പേടിയാകും. നല്ല സ്പീഡിലാണ് വരുന്നത്. അന്നേരം അവളെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനീ പറയുന്നത് നിങ്ങൾ കാണുന്നത്. അതാ ചക്കരക്കുള്ള വെള്ളവും കൂടെ ഒന്ന് കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. കുഞ്ഞാപ്പുണ്ട് അടുത്ത്. കുഞ്ഞാപ്പൂനോട് വർത്താനം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കച്ചറാക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യത്തിന് സമ്മതിക്കൂല. ഭയങ്കര കുരുത്തക്കടാണ് കേട്ടോ. അതായത് ചക്കരക്ക് വെള്ളം കുറച്ച് മതി രണ്ടാൾക്കും. പൊന്നൂനേറ്റാനുള്ള മടിയുണ്ട്. ചക്കരക്ക് എന്താ മടിയെന്ന് എനിക്കറിയില്ല. രണ്ടാളും വെള്ളം കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. അന്നേരം വെള്ളമൊക്കെ ഒഴിച്ച് കുഞ്ഞാപ്പൂൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് ചൂട് അത്ര ഇല്ല കേട്ടോ. തലേന്ന് ഒഴിച്ച് വെച്ച വെള്ളമല്ലേ. അന്നേരം അത്ര ചൂടൊന്നുമില്ല. കുഞ്ഞാപ്പൂന് പിടിക്കാൻ പാകത്തിനുള്ള ചൂടുള്ളൂ. അതുകൊണ്ടാണ് അവളെ കൈ തന്നെ കൊടുത്തുവിട്ട ചക്കരക്ക് കൊടുക്കുകയാണ്. ചിലപ്പോൾ മേശപ്പുറത്ത് വെച്ച് അവൾ എടുക്കാൻ മറന്നിട്ട് പോകും. ചക്കര അവിടെ മാറ്റുന്നുണ്ട്. ആ നേരം കൊണ്ട് എനിക്ക് തട്ടിക്കൊട്ടൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവളെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം, അലക്കണം, പാത്രം ലേശം കഴുകാനുണ്ട്, മുറ്റടിക്കണം. ഇത്രയും പരിപാടികൾ അവൾ പോകുന്നതിന് മുന്നേ ഞാൻ തീർക്കും. അതായത് ഒരു 9:30 മണിയാകുമ്പോഴത്തേക്കും ഇത്രയും പരിപാടികൾ തീർക്കും ഞാൻ. പിന്നീടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പൂനെ വെച്ചിട്ട് ഒരു പരിപാടി നടക്കില്ല. ഞാൻ പാത്രം കഴുകാൻ പോയി അവൾ പാത്രം കഴുകാൻ വരും. പിന്നെ പുഴയിൽ പോകണം അലക്കാൻ. ഇവിടെ വെള്ളമില്ല, മഴ കുറവല്ലേ, അതുകൊണ്ട് വെള്ളം കിട്ടണില്ല. അന്നേരം പുഴയിൽ പോയിട്ട് വേണം അലക്കാൻ. അതൊന്നും അവളെയും കൊണ്ട് പോകാൻ പറ്റില്ല. പുഴയിൽ നല്ല വെള്ളമുള്ളതുകൊണ്ട് തന്നെ അവളെ കല്ലിലൊന്നും വിശ്വസിച്ച് കൊണ്ടുപോയി നിർത്താനും പറ്റില്ല. അവളെ കളിയല്ലേ. അതായത് ഗ്യാസിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാക്കണില്ലെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് തന്നെ പാത്രമൊക്കെ കരി പിടിച്ച പാത്രമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ കരിയാവും കേട്ടോ. കാരണം അതെന്നും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് അവിടെ പറ്റിപ്പിടിക്കും. അന്നേരം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. കണ്ടോ കുഞ്ഞാപ്പൂനെയാണ് കേട്ടോ ചീത്ത പറയുന്നത്. ആരും ഒന്നും വിചാരിക്കണ്ട. കുഞ്ഞാപ്പൂ അവിടെ എൻ്റെ സ്റ്റാൻഡിൽ വന്നിട്ട് തട്ടുന്നുണ്ട് ഊഞ്ഞാലടിയിട്ട്. അതുകൊണ്ടാണ് അവളെ ചീത്ത പറയുന്നത്. സ്റ്റാൻഡ് കുറച്ച് വിട്ടു വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടേക്കൊന്നും കിട്ടൂല്ല. അതുകൊണ്ടാണ് അവളെ ഏകദേശം അടുത്ത് തന്നെയാണ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ചീത്ത പറയുന്നത്. ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അത് രാവിലത്തെ തകൃതിയായ പരിപാടികൾ എല്ലാ വീട്ടിലും തിരക്കായിരിക്കും. നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വേമ്പേം ചെയ്ത് ഗ്യാസിലാകുമ്പോൾ വേമ്പേ സംഭവമാവും. ചോറ് മാത്രം ഞാൻ അടുപ്പിൽ വെക്കലുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതിനിപ്പോൾ ബുധനാഴ്ച ഗ്യാസ് വരുള്ളൂ. കറണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മിന്നിക്കളിക്കുന്ന എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ നല്ല കീരാങ്കിരിയൊക്കെ കരയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് അടുപ്പ് ഊതാൻ പോയതാണ്. വോയിസ് ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടുപ്പിൻ്റെ ഹോട്ടലാണ് ഇരിക്കുന്നത്. അവരെ കറികളൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അവരെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് തീയൊക്കെ ഊതി കൊടുക്കാൻ പോയതാണ് കേട്ടോ. ഒന്നും വിചാരിക്കേണ്ടായും. അവരെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ഒതുക്കി പെറുക്കി വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾ ഇനിയുള്ളൂ. അന്നേരം അകത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടി ഇന്ന് ഏറ്റവും വിഷമം പിടിച്ച കാര്യം എന്താ വെച്ചാൽ നമ്മളെ ആ കുട്ടീൻ്റെ
ആ മണ്ണിനടിയിൽപ്പെട്ട ആ കുട്ടീൻ്റെ കാര്യമാണ് കേട്ടോ. അത് മനസ്സിന് വല്ലാതൊരു വിഷമമായിട്ടുണ്ട്. എന്താ ചെയ്യാലേ, വല്ലാത്തൊരവസ്ഥ. എത്ര ദിവസമായി അതിനൊരു ആപത്ത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട്. എന്താ ചെയ്യാലേ, നമ്മളെ കേരളത്തിലാണ് എപ്പോഴേ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇതെന്തൊക്കെയോ ആവുന്നു, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഒരു കുഞ്ഞു വാവയുണ്ട്. വല്ലാത്തൊരവസ്ഥയായി പോയത്. എൻ്റെ അമ്മോ, എത്രയോ മണ്ണിൻ്റെ അടിയിലാലേ കിടക്കുന്നത്. എൻ്റെ ദൈവമേ, വല്ലാത്തൊരു മാനസികമായിട്ട് നമ്മളാരും അല്ലെങ്കിലും നമുക്കിതെല്ലാം കാണുമ്പോഴല്ലേ വല്ലാത്തൊരു സങ്കടമാവൂലേ. അവരെല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമുക്ക് അതിനല്ലേ പറ്റുള്ളൂ. പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ടെല്ലാം പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റൂല. അവരെല്ലാവർക്കും പ്രാർത്ഥിക്കുക, അതന്നെ നടക്കുക. അന്നേരം കറി ചൂടാക്കിയിട്ട് വാങ്ങി വെച്ചാണ് കേട്ടോ. ഇനി ഞാനിതാ പോയിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടെന്ന് എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ അടുക്കളത്തെ മേശ 2 തുടച്ച്, ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈ മേശയും കൂടെ ഒന്ന് തുടക്കണം. ഇതിൻ്റെ മുകളിൽ നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തുമ്പോൾ മാറ്റി വെച്ചാണ്. അന്നേരം വീഡിയോ ഓണാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത്. വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിരുന്നു. ഇതെല്ലാം കുഞ്ഞാപ്പുമാണ് കേട്ടോ വൃത്തിയേടാക്കുന്ന ആൾ. അവിടെല്ലാം വെള്ളം മറിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് വെള്ളം. രാവിലെ ചപ്പാത്തി കൊടുത്തിട്ട് ആ കുടിക്കാൻ കൊടുത്ത വെള്ളം, രാവിലെ ഞാൻ കട്ടൻ ചായ അങ്ങനെ കൊടുക്കില്ല കേട്ടോ, ചില സമയത്താണ് കൊടുക്കുള്ളൂ. ആ വെള്ളം അവിടെയെല്ലാം മറച്ച്, പിന്നെ അതെല്ലാം തുടച്ചിട്ട് അകലെല്ലാം ഒന്ന് അടിച്ചെല്ലാം വാരിയിട്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അകലെല്ലാം അടിച്ചു വാരി ഇട്ടതിന് ശേഷമാണ് ഇതാ ചക്കരേൻ്റെ മുടി കെട്ടി കൊടുക്കാൻ ഇറങ്ങിയത് കേട്ടോ. ഇനി അവളെ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കണം. തലമുടി അയക്കാൻ നോക്കിയപ്പോൾ ടിക്കില്ലാത്തൊരു സ്ഥലമില്ല കേട്ടോ. തലയിൽ എല്ലാ സ്ഥലത്തും ടിക്കാണ് കേട്ടോ. ഇവളെന്തിനാണ് ഇങ്ങനെ ടിക്ക് കുത്തി വെച്ചിനെന്ന് എനിക്കറിയില്ല. തല ഫുൾ ടിക്കഴിക്കാൻ തന്നെ വേണം 5 മിനിറ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ചക്കരേൻ്റെ യൂണിഫോമാണ് കേട്ടോ. 5ാം ക്ലാസ് തൊട്ട് ചുരിദാറാണ്. സ്കൂളിൽ നിന്ന് ഓരോ ജോഡിക്കുള്ള യൂണിഫോമിൻ്റെ തുണിയാണ് കിട്ടിയിട്ടുള്ളൂ. എന്നാലും കോട്ടും ഒന്നാളുള്ളൂ, പാൻറ് 2 ഉണ്ട്, കോട്ടും ചുരിദാറും ഓരോന്നുള്ളൂ കേട്ടോ. അന്നേരം 2 ദിവസം ഞാൻ ഇടിക്കും. എന്താ വെച്ചാൽ അലക്കിയ മഴയായതുകൊണ്ട് ഉണങ്ങൂലല്ലോ വിചാരിച്ചിട്ട് കോട്ടൺ കൂടിയ തുണിയാണ്. അന്നേരം ഉണങ്ങി കിട്ടാനും കുറച്ച് പാടാണ്. കോട്ടെല്ലാം നല്ല കട്ടിയുണ്ട്. അത് 2 ദിവസം ഇടിക്കും യൂണിഫോം. ചക്കര ആദ്യമായിട്ടാണ് കേട്ടോ ചുരിദാർ ഇടുന്നത്. അന്നേരം കുഞ്ഞാപ്പൂത അതിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ട്. അന്നേരം ഓളം മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അലക്കണം. മുറ്റടിച്ചിട്ടില്ല, മുറ്റടിക്കണം, പാത്രം കഴുകണം. അന്നേരം ഇതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. ഇനി നേരെ ആദ്യം അലക്കാനേ പോകുള്ളൂ. അലക്കി വന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ. അഥവാ വണ്ടിയായിട്ട് നേരത്തെ വന്നിട്ടുണ്ട് ഓള് പോകൂലെന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം മുടി ഇത് പോളിസ്റ്ററിൻ്റെ ക്രഞ്ചീസാണ്. ഇത് ഞാൻ തന്നെ അടിച്ചതാണ്. അന്നേരം അത് ഊരി പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ പോളിസ്റ്റർ ആയതുകൊണ്ട് മുടി നേരം ഞാൻ എന്താക്കി അത് കൂട്ടിയിട്ട് ഒരു ടിക്ക് അവിടെ കുത്തി കൊടുത്തതാണ് ഊരി പോവാതിരിക്കാൻ. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ കഴിവിൻ്റെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ ഞാൻ എടുക്കുന്ന പണികൾ മാത്രമേ ഉള്ളൂ. അതും കുഞ്ഞടുക്കളയിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണക്കാരായ ഞങ്ങളെ വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോസ് ഇടുന്നത്. പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നെപ്പോലൊരു വീട്ടമ്മയ്ക്ക് ഇത്രയൊക്കെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അന്നേരം പുഴയിൽ ഇതാ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം അലക്കാൻ ഈ കല്ലിൽ നമ്മൾ അപൂർവം വെള്ളം കൂടുമ്പോൾ മാത്രം എടുക്കും. പക്ഷെ നല്ല ഒഴുക്കുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടിയാകലാവും. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.